നല്ല കടുപ്പത്തിലൊരു ഫിൽറ്റർ കോഫി കുടിച്ചാൽ ഫ്രഷ് ആവാത്തായിട്ട് ആരാ ഉള്ളത് അല്ലേ? ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫിൽറ്റർ കോഫി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്താലോ? ഞാനിവിടെ പറയുന്ന 1-2 ടിപ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലും നല്ലൊരു ഫിൽറ്റർ കോഫി ഉണ്ടാക്കാൻ പറ്റും. ഇതിനാദ്യം വേണ്ടത് നമുക്കൊരു ട്രഡീഷണൽ ഫിൽറ്ററാണ്, കോഫി ഫിൽറ്റർ. നമ്മൾ പാത്രക്കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഫിൽറ്റർ വാങ്ങിക്കാൻ കിട്ടും. അരിപ്പ പോലുള്ള, അതായത് ജാലി പോലുള്ള ഈ ഒരു പോർഷനും അതിൽ നിന്ന് ഫിൽറ്റർ താഴെ വീഴാനായിട്ടുള്ള ഇങ്ങനെയൊരു പോർഷനുള്ള ഈ 2 പോർഷൻ ചേർന്നാണ് ഒരു ഫിൽറ്റർ. ഞാനിതിനകത്ത് ഓൾറെഡി കുറച്ച് ഫിൽറ്റർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ അരിപ്പ പോലുള്ള പോർഷൻ നമ്മൾ ഇതിൻ്റെ മേലിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഞാനിവിടെ 2 പേർക്ക് വേണ്ട കോഫിയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി 4 സ്പൂൺ കോഫി പൗഡർ നമ്മളിതിനകത്ത് ഇട്ട് കൊടുക്കണം. കാപ്പിക്കുരു വറുത്ത് പൊടിക്കുന്ന കടയിൽ ചെന്നിട്ട് 80-20 റേഷ്യോയിൽ പൊടിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫിൽറ്റർ കോഫിക്ക് എന്ന് പറഞ്ഞ് വിൽക്കുന്ന പൊടി വാങ്ങിയാലും മതി. ബ്രൂ നെസ്കഫെ പോലുള്ള ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൊണ്ട് നമുക്ക് ഈ ഒരു കോഫി ചെയ്യാൻ പറ്റില്ല. ഗ്രീൻ ലേബിൾ, ലെവിസ്റ്റ പോലുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ തിളപ്പിച്ച വെള്ളം ഒഴിക്കുവാണേ. ഒരു 25-30 ml തിളപ്പിച്ച വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. 25 മുതൽ 30 ml വെള്ളം മാത്രം ആദ്യം ഒഴിക്കണം. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഫിൽറ്ററിൻ്റെ കൺസിസ്റ്റൻസി പോവും. അത് ഭയങ്കര ലൂസായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. ഫിൽറ്റർ എപ്പോഴും തിക്കായിരിക്കണം. ഇപ്പോൾ ഇവിടെ പാല് നന്നായി തിളച്ച് വരുന്നുണ്ട്. പശുവും പാലായിട്ട് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ പാക്കറ്റ് പാലായാലും മതി. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാം റെഡിയായി കഴിഞ്ഞു. പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, പഞ്ചസാര റെഡിയാക്കിയിട്ടുണ്ട്, തിക്കായിട്ടുള്ള ഫിൽറ്ററും ഇവിടെ റെഡിയാണ്, ഡിക്കോക്ഷനും റെഡിയാണ്. ഇപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര വേറൊരു പാത്രത്തിലേക്ക് ഇടുക. ഞാൻ പറഞ്ഞ പോലെ ഒരു 30 ml അല്ലെങ്കിൽ 50 ml മാക്സിമം ഡിക്കോക്ഷൻ ഈ പഞ്ചസാരയിലോട്ട് ഒഴിച്ചിട്ട് ആദ്യം 1-2 പ്രാവശ്യം നമ്മളൊന്ന് ആറ്റിയെടുക്കണം. അപ്പോഴാണ് ആ ഡിക്കോക്ഷന് മണം കൂടുതലായിട്ട് വരുന്നത്. ഇങ്ങനെ എടുത്ത ഡിക്കോക്ഷനിൽ വേണം നമ്മൾ പാലൊഴിക്കാനായിട്ട്. ഞാനിതിന് വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് പാൽ ഉപയോഗിക്കുന്നുണ്ട്. 1/2 ഗ്ലാസോളം ഡിക്കോക്ഷനും 1.5 ഗ്ലാസ് പാലുമാണ് ഒഴിക്കുന്നത്. ഇതാണ് അതിൻ്റെ റേഷ്യോ. പാലൊഴിച്ച ശേഷം നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ആറ്റിയെടുക്കണം. അപ്പോൾ ടോട്ടൽ കോഫിയിൽ ആ ഒരു ഫ്ലേവർ വരും. കൂടുതൽ ആറ്റണ്ട, ചൂട് കുറഞ്ഞു പോവും, കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. വൺസ് നമ്മൾ കാപ്പി ഉണ്ടാക്കിയ ശേഷം അതിനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണം മൊത്തം പോവും. ഇപ്പോൾ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടോടുകൂടിയ സൗത്ത് ഇന്ത്യൻ ഫിൽറ്റർ കോഫി ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ.